studies how human beings live, how they organize. അവിടുത്തെ ഒരു അമേരിക്കൻ ആന്ത്രപ്പോളജിസ്റ്റ് ആണ്. അവരിതിൽ നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ, ഒരു ആഫ്രിക്കയിലെ, വെസ്റ്റ് ആഫ്രിക്കയിൽ ഇറ്റിവ് എന്ന് പറഞ്ഞ ഒരു ട്രൈബിനെയാണ് അവര് സ്റ്റഡി ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ സാധാരണ നിലയ്ക്ക് എന്തുണ്ടാവും വെച്ച് കഴിഞ്ഞാൽ, ആന്ത്രപ്പോളജിസ്റ്റുകൾ അവിടെ ചെന്നിട്ട് ആ ട്രൈബിനെ മനസ്സിലാക്കുക, അവരുടെ കൾച്ചർ, അവരുടെ സ്റ്റോറീസ്, അവരുടെ റിച്വൽസ്, അതിനെയെല്ലാം അവരുടെ റിലേഷൻഷിപ്പുകൾ, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഇന്റർപ്രേറ്റ് ചെയ്യുക, വ്യാഖ്യാനിച്ചെടുക്കുകയാണ് ചെയ്യുക. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് അതിന്റെ നേരെ തിരിച്ചൊരു സംഭവമാണ്. ലോറ ബോഹന്നാൻ ഷേക്സ്പിയറുടെ അപ്പൊ അവരൊരു ചോദിക്കുകയാണ്, ആ കഥ ഞങ്ങൾക്കും പറഞ്ഞു തരും. അങ്ങനെ ലോറ ബോഹന്നാൻ ടിവ് എന്ന് പറയുന്ന ട്രൈബ്സിന് ഷേക്സ്പിയറുടെ ഹാംലെറ്റിന്റെ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇവരോരോ ചോദ്യം ചോദിക്കും. കാരണം ഇവരുടെ കൾച്ചറുമായി യാതൊരു ബന്ധവുമില്ലാത്ത കുറെ കാര്യങ്ങളാണ് ഈ കഥയിൽ പറയുന്നത്. അപ്പൊ അവര് മനസ്സിലാക്കാൻ വേണ്ടി കുറെ ക്വസ്റ്റ്യൻ ചോദിക്കും. അതിൽ കൂടെ എന്തുണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ അവർ ഈ കഥനെ റീഇന്റർപ്രറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞു, സാധാരണ ആന്ത്രപ്പോളജിസ്റ്റുകൾ ഏതെങ്കിലും ഒരു ട്രൈബൽസിന്റെ അടുത്ത് ചെന്ന് അവരുടെ കൾച്ചറിനെ വ്യാഖ്യാനിച്ചെടുക്കുകയാണ് ചെയ്യുക. ഇവിടെ നമ്മൾ കാണുന്നത് ആ ട്രൈബൽസ് ഈ ബ്രിട്ടീഷുകാരുടെ അല്ലെങ്കിൽ വെസ്റ്റേണേഴ്സിന്റെ ഏറ്റവും വലിയ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ തന്നെ ഏറ്റവും വലിയ ഒരു ഗ്ലോറിയസ് ടെക്സ്റ്റ് എന്ന് കരുതുന്ന ഷേക്സ്പിയറുടെ ഹാംലെറ്റിനെ അവര് വ്യാഖ്യാനിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, ട്രൈബൽസ്. അപ്പൊ അതിന്റെ ഒരു റിവേഴ്സലാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി അപ്പോ ഇത് നമ്മൾ എന്തിനാണ് സ്റ്റഡി ചെയ്യുന്നത്? നമ്മളുടെ ഈ ടെക്സ്റ്റിൽ, ഈ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്ന എന്താണ്? നമ്മൾ പറഞ്ഞു പോളിഫണി അല്ലെ, പെർസ്പെക്റ്റീവ്സ് അല്ലെങ്കിൽ പോയിന്റ് ഓഫ് വ്യൂ, ഡിഫറെന്റ് വോയിസസ് എന്നുള്ള ഒരു ഐഡിയ ആണ്. അപ്പൊ ഷേക്സ്പിയർ എന്ന് പറയുന്ന, ഷേക്സ്പിയറെ പൊതുവെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഷേക്സ്പിയർ എന്ത് പറയുന്നു എന്ന് വ്യാഖ്യാനിക്കുന്നത് യൂഷ്വലി ഇവിടെയുള്ള വെസ്റ്റേണേഴ്സ് തന്നെയായിരിക്കും. അത് ഒരു ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ആഫ്രിക്കൻ ബുഷ് എന്ന് പറഞ്ഞ Excuse me, ma'am. We can't hear you properly. Begins. Just before I left Oxford for the TIV in West often have difficulty with Shakespeare. Misinterpret the universal by misunderstanding the particular. Ma'am, your voice is breaking. കട്ടാവുന്നതാണോ? എന്താ സംഭവിക്കുന്നത്? Yes, ma'am. Just wait. Hello students, is it clearer now? Yes, ma'am. Okay, good. Okay, so I'll just read that
ഓക്കെ, ആ സെക്ഷൻ നിങ്ങൾക്ക് വായിച്ചാൽ മതി. അവിടെ പറയുന്നത് വെച്ചാൽ ഈ അമേരിക്കൻ ആയിട്ടുള്ള ഈ സ്ത്രീ ടിവ് എന്ന് പറഞ്ഞ വെസ്റ്റ് ആഫ്രിക്കയിലെ ട്രൈബ്സിനെ സ്റ്റഡി ചെയ്യാൻ പോകുമ്പോൾ ബ്രിട്ടീഷുകാരനായ ഒരു ഫ്രണ്ട് പറഞ്ഞു, നിങ്ങൾ ഷേക്സ്പിയറിനെ മനസ്സിലാക്കാൻ നിങ്ങൾ അമേരിക്കക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, കാരണം ഷേക്സ്പിയർ ഒരു ഇംഗ്ലീഷ് പോയറ്റാണ്. ബ്രിട്ടീഷുകാരനായതുകൊണ്ട് നിങ്ങൾ അമേരിക്കക്കാർക്ക് ഷേക്സ്പിയറെ മുഴുവനായിട്ട് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. I protested that human nature is pretty much the same the whole world over. At least the general plot and motivation of the greater tragedies would always be clear everywhere, although some details of custom might have to be explained and difficulties of translation might produce other slight changes. To end an argument we could not conclude, my friend gave me a copy of Hamlet to study in the African bush. It would, he hoped, lift my mind above its primitive surroundings, and possibly I might, by prolonged meditation, achieve the grace of correct interpretation. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ അമേരിക്കക്കാർക്ക് ബ്രിട്ടീഷുകാരനായ ഷേക്സ്പിയറെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ഫ്രണ്ട് പറഞ്ഞപ്പോൾ ലോറ ബോഹനാൻ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല. ലോകത്തെവിടെ ഓൾ ഓവർ ദ വേൾഡ് ഹ്യൂമൻ നേച്ചർ എന്ന് പറയുന്നത്, മനുഷ്യരുടെ ആ ഒരു നേച്ചർ എന്ന് പറയുന്നത് എല്ലായിടത്തും സെയിം ആണ്. ജനറൽ ഗ്രേറ്റർ ട്രാജഡീസ് എന്ന് പറഞ്ഞാൽ ഷേക്സ്പിയറുടെ ഒരുപാട് ട്രാജഡീസും കോമഡീസും ഹിസ്റ്ററീസും എഴുതിയിട്ടുണ്ട്. അതിൽ ട്രാജഡീസിൽ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ട്രാജഡീസ് എന്ന് പറയുന്നത് 4 എണ്ണമാണ്. ഹാംലെറ്റ്, മാക്ബത്ത്, ഒതെല്ലോ ആൻഡ് കിങ് ലിയർ. ഇത് 4 ഗ്രേറ്റ് ട്രാജഡീസ്. ആ ഗ്രേറ്റ് ട്രാജഡീസിലെങ്കിലും ആ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, അവരുടെ മോട്ടിവേഷൻസ്, ഇതെല്ലാം എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ചെറിയ ചെറിയ കസ്റ്റംസ് അല്ലെങ്കിൽ ട്രഡീഷൻസ് അങ്ങനെ ബന്ധമുള്ള ചില കാര്യങ്ങൾ മനസ്സിലാവാത്തത് ഉണ്ടാവുമായിരിക്കും. പക്ഷെ പൊതുവെ മനുഷ്യരുടെ ഒരു സ്വഭാവം എല്ലായിടത്തും ഒരുപോലെ ആയതുകൊണ്ട് ഷേക്സ്പിയറെ മനസ്സിലാക്കാൻ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് ലോറ ബോഹനാൻ പറഞ്ഞു. പക്ഷെ ഈ ആർഗ്യുമെന്റ് അവർക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, കാരണം രണ്ടുപേരും അവരുടെ സൈഡിൽ ഉറച്ചു നിന്നു. അങ്ങനെ നിൽക്കുമ്പോൾ ഈ ഫ്രണ്ട് എന്ത് ചെയ്തു, ഒരു ഷേക്സ്പിയറുടെ ഹാംലെറ്റിന്റെ ഒരു കോപ്പി എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, നീ എന്തായാലും ആഫ്രിക്കൻ ബുഷിൽ പോയി ഇരിക്കുകയല്ലേ, അവിടെ ഫുൾ പ്രിമിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ഇരിക്കുകയല്ലേ, അവിടെ ഇരിക്കുമ്പോൾ സമയം കിട്ടുമ്പോൾ ഇത് വായിച്ചോളൂ, ഇത് സ്റ്റഡി ചെയ്തോളൂ. ഒരുപാട് അതിനെ പറ്റിയിട്ട് ചിന്തിക്കുമ്പോൾ, അവിടെ നേരം നിനക്ക് ചെയ്യാൻ വേറെ ഒന്നും ഉണ്ടാവില്ല, ഒരുപാട് അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ നിനക്ക് ഇതിനെപ്പറ്റി കുറച്ചും കൂടി ഒരു കറക്റ്റ് ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാൻ, കൃത്യമായി ശരിയായ രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കാൻ നീ പഠിക്കുമായിരിക്കും എന്ന് പറഞ്ഞു കൊടുത്തു. Next page. It was my second field trip to that African tribe, and I thought myself ready to live in one of its remote sections, an area difficult to cross even on foot. I eventually settled on the hillock of a very knowledgeable old man, the head of a homestead of some 140 people, all of whom were either his close relatives or their wives and children. Like the other elders of the vicinity, the old man spent most of his time performing ceremonies seldom seen these days in the more accessible parts of the tribe. I was delighted. Soon there would be 3 months of enforced isolation and leisure between the harvest that takes place just before the rising of the swamps and the clearing of new farms when the water goes down. Then I thought they would have even more time to perform ceremonies and explain them to me. അപ്പോൾ അങ്ങനെ ടിവ് എന്ന് പറയുന്ന ട്രൈബിന്റെ കൂടെ താമസിക്കാൻ തുടങ്ങി. അപ്പൊ ആ ആഫ്രിക്കൻ ട്രൈബിന്റെ കൂടെ ഞാൻ രണ്ടാമതാണ് പോയിട്ട് ഫീൽഡ് ട്രിപ്പ് നടത്തുന്നത്. ഫീൽഡ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ആന്ത്രപ്പോളജിസ്റ്റ് ഒരു ട്രൈബിന്റെ അടുത്ത് അവിടെ ചെന്ന് ഒരുപാട് ചിലപ്പോൾ മാസങ്ങളോളം അവരുടെ കൂടെ താമസിച്ച് അവരുടെ കൾച്ചർ മനസ്സിലാക്കി അവരെ സ്റ്റഡി ചെയ്യുക, അതാണ് ഫീൽഡ് ട്രിപ്പ് എന്ന് പറയുന്നത്. ഇതിന് മുമ്പ് ഒരിക്കൽ ഞാൻ പോയിട്ടുണ്ട്, ഇതെന്റെ രണ്ടാമത്തെ ഫീൽഡ് ട്രിപ്പ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇപ്പൊ ഒരു പ്രാവശ്യം ഫസ്റ്റ് ടൈം പോയപ്പോൾ എനിക്കൊന്നും അറിയണ്ടാവില്ല, ഇപ്പൊ എനിക്ക് ഇവരെ നന്നായി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഐ നോ ദം വെൽ ഇനഫ്, ഐ വിൽ ബി ഏബിൾ ടു ലിവ് വിത്ത് ദം ഇൻ എ റിമോട്ട് റീജിയൻ. അധികം ആക്സസ് ചെയ്യാൻ പറ്റാത്ത, ഏരിയ ഡിഫിക്കൽട്ട് ടു ക്രോസ് ഈവൻ ഓൺ ഫുഡ്, നടന്നു പോലും എത്താൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലത്ത്, റിമോട്ടായ വളരെ ദൂരമുള്ള ഒരു സ്ഥലത്ത് ഇവരുടെ കൂടെ താമസിക്കാൻ ഇന്ന് ഞാൻ തയ്യാറാണെന്ന് അവർക്ക് തോന്നി. ഐ ഇവൻച്വലി സെറ്റിൽഡ് ഓൺ ദ ഹില്ലക്ക്. ഹില്ലക്ക് എന്ന് പറഞ്ഞാൽ സ്മോൾ ഹില്ലാണ്. ഒരു ഹില്ലക്കിന്റെ മുകളിൽ, ഒരു കുഞ്ഞു ഹില്ലിന്റെ മുകളിലാണ് ഞാൻ അവസാനം സെറ്റ് ചെയ്തത്. അവിടെ എങ്ങനെയാണ്, ഇറ്റ് ബിലോങ് ടു എ നോളജബിൾ ഓൾഡ് മാൻ. അവിടുത്തെ ഒരു ട്രൈബൽ എൽഡർ ആണ്, ഒരു പ്രായമായ മനുഷ്യൻ, വളരെ നോളജബിൾ ആയിട്ടുള്ള, വളരെ വിവരമുള്ള ഒരാളാണ് അയാള്. ഹി വാസ് ദ ഹെഡ് ഓഫ് എ ഹോം സ്റ്റെഡ് ഓഫ് സം 140 people,
all of whom were either his close relatives or their wives and children. അപ്പൊ അയാളുടെ കീഴിൽ ഒരു 100-140 പേരുണ്ട്. അപ്പൊ അത്രയും ബന്ധുക്കൾ, ഇതെല്ലാം ബന്ധുക്കളാണ്. ഒരു ജോയിന്റ് ഫാമിലി പോലെ, പക്ഷെ ജോയിന്റ് ഫാമിലി മാത്രമല്ല, ഒരു 140 പേര് അടങ്ങുന്ന ഒരു വലിയ ഹോംസ്റ്റെഡ്. ഹോംസ്റ്റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ കോമ്പൗണ്ടിനകത്ത് ഒരുപാട് വീടുകളായിട്ട് അവർ ഒരുമിച്ച് താമസിക്കുന്നു. അങ്ങനെ താമസിക്കുന്ന ഒരു ഹില്ലിന്റെ മുകളിൽ താമസിക്കുന്ന ഈ ഓൾഡ് മാന്റെ കൂടെ, അയാളുടെ ഫാമിലിന്റെ കൂടെയാണ് ഞാൻ പോയി താമസിച്ചത്. ആൻഡ് ലൈക്ക് ദി അതർ എൽഡേഴ്സ് ഓഫ് ദ വിസിനിറ്റി മീൻസ് ദ പ്രിമൈസസ്, ദാറ്റ് ഏരിയ, ആ പ്രദേശത്തെ മറ്റ് എൽഡേഴ്സിനെ പോലെ തന്നെ ഇയാളും മോസ്റ്റ് ഓഫ് ഹിസ് ടൈം, അയാളുടെ സമയം അധികം സ്പെൻഡ് ചെയ്ത് ചെലവഴിച്ചിരുന്നത് എങ്ങനെയാണ്? ബൈ പെർഫോമിംഗ് സെറിമണീസ്, റിച്വൽസ് ദാറ്റ് വർ സെൽഡം സീൻ, നോട്ട് വെരി ഓഫൺ സീൻ ദീസ് ഡേയ്സ് ഇൻ ദ മോർ ആക്സസിബിൾ പാർട്സ് ഓഫ് ദ ട്രൈബ്. അപ്പൊ വളരെ ഇൻആക്സസിബിൾ ആയ ദൂരത്തെ ഉള്ള ഏതൊരു സ്ഥലത്താണ് ഇവർ നിൽക്കുന്നത്. കൂടുതൽ സിറ്റിയോട് അടുക്കുന്ന ആക്സസിബിൾ ആയ സ്ഥലങ്ങളിൽ തീരെ കാണാൻ കിട്ടാത്ത അവരുടെ വളരെ തനതായ ചില റിച്വൽസ്, ചില കർമ്മങ്ങൾ, ക്രിയകളൊക്കെ ചെയ്തുകൊണ്ടാണ് ഇയാളുടെ ടൈം, ഈ ഓൾഡ് മാൻ അയാളുടെ സമയം ചെലവഴിച്ചിരുന്നത്. അത് കണ്ടപ്പോൾ ഐ വാസ് ഡിലൈറ്റഡ്. ഷി വാസ് വെരി happy because soon there will be 3 months of enforced isolation and leisure. Isolation, നമ്മളിങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നത്. ലിഷർ, പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലാതെ, വിത്തൗട്ട് എനി ആക്ടിവിറ്റീസ്, അങ്ങനെ ജീവിക്കുന്നതാണ് ലിഷർ എന്ന് പറയുന്നത്. അപ്പൊ ഇനിയുള്ള 3 മാസം 3 months എന്തുണ്ടാവും? എൻഫോഴ്സ്ഡ്, ബൈ ഫോഴ്സ് we will be forced to live in isolation and leisure. എന്തുകൊണ്ടാണ്? Between the harvest that takes place just before the rising of the swamps and the clearing of new farms when the water goes down. അപ്പോൾ ഇവര് ഫാമിംഗ് കമ്മ്യൂണിറ്റീസ് ആണ് ഈ ട്രൈബ്സ്. ഒരു പ്രാവശ്യത്തെ ഹാർവെസ്റ്റ് കഴിയുമ്പോൾ, വിളവെടുപ്പ് കഴിയുമ്പോൾ, പിന്നെ അവിടെ മഴ പെയ്തിട്ട് എല്ലായിടത്തും സ്വാമ്പ് കാരണം ഫുള്ള് ചതുപ്പ് നിലത്ത് വെള്ളം കയറി അവിടെ മുഴുവൻ വെള്ളം നിറയും. അപ്പോൾ ഒരു ഹില്ലിൽ നിന്ന് മറ്റൊരു ഹില്ലിലേക്ക് പോകാൻ പോലും പറ്റില്ല. അപ്പോൾ ഒരു ഹാർവെസ്റ്റ് കഴിയുന്നതും പിന്നെ വെള്ളം ഇറങ്ങി, ആഫ്റ്റർ ദ റെയിൻ ഗോസ് ഡൗൺ, ആഫ്റ്റർ ദ വാട്ടർ ഗോസ് ഡൗൺ, പുതിയ ഫാം ക്ലിയർ ചെയ്ത് പുതിയ കൃഷി തുടങ്ങുന്ന, അതിന് രണ്ടിനും ഇടയിൽ ഒരു 3 മാസത്തോളം ഫുൾ ചതുപ്പ് നിലത്ത് വെള്ളം കയറി ആർക്കും എങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയിലാവും. ആ സമയത്ത് ഞാൻ കരുതി, then I thought they would have even more time to perform ceremonies and explain them to me. അപ്പൊ ഞാൻ വെച്ചു, എന്തായാലും വെറുതെ ഇരിക്കല്ലേ, ഇവരെല്ലാം ഫ്രീ ആയിട്ട് ഇരിക്കുകയായിരിക്കും, ഫാമിംഗ് ഒക്കെ ഉള്ള സമയത്ത് അവർക്കൊന്നിനും നേരമില്ല. പക്ഷെ ആ 3 മാസം ഒരു പണിയുമില്ലാതെ ഒറ്റയ്ക്കിരിക്കുന്ന ആ സമയത്ത് ഇങ്ങനെയുള്ള സെറമണീസ് ഒക്കെ കാണിച്ച് എനിക്ക് പറഞ്ഞു തരാൻ അവർക്ക് സമയം ഉണ്ടാവും ഞാൻ കരുതി. കാരണം അത് സ്റ്റഡി ചെയ്യാനാണല്ലോ ലോറ ബോഹനാൻ അവിടെ പോയിരിക്കുന്നത്. I was quite mistaken. Most of the ceremonies demanded the presence of elders from several homesteads. As the swamps rose, the old men found it too difficult to walk from one homestead to the next, and the ceremonies gradually ceased. As the swamps rose even higher, all activities but one came to an end. The women brewed beer from maize and millet. Men, women and children sat on their hillocks and drank it. അപ്പൊ ഞാൻ കരുതിയത് എന്താണ്, ഞാൻ വിചാരിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് ഇനി 2-3 മാസത്തോളം ഇവർക്ക് ഒരുപാട് സമയം ഉണ്ടാവും, അവർ സെറിമണീസ് ഒക്കെ കാണിച്ചു തരാൻ അവർക്ക് ടൈം ഉണ്ടാവുന്നു. പക്ഷെ ഐ വാസ് മിസ്റ്റേക്കൺ, എനിക്ക് തെറ്റിപ്പോയി. എന്തുകൊണ്ടാണ്? മോസ്റ്റ് ഓഫ് ദ സെറിമണീസ് ഡിമാൻഡഡ് ഓർ റിക്വയർഡ് ദ പ്രസൻസ് ഓഫ് എൽഡേഴ്സ് ഫ്രം സെവറൽ ഹോംസ്റ്റെഡ്സ്. ഒരു ഹില്ലക്കിന്റെ മുകളിൽ ഒരു ഹോംസ്റ്റെഡിലാണ് ഈ ഓൾഡ് മാനും അയാളുടെ 140 ബന്ധുക്കളും ലോറ ബോഹനാനും നിൽക്കുന്നത്. അപ്പൊ അയാൾക്ക് ഒറ്റയ്ക്ക് ഈ സെറിമണി ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ പല ഹില്ലിന്റെ മുകളിൽ പല ഹോംസ്റ്റെഡ്സില് പല എൽഡേഴ്സ് താമസിക്കുന്നുണ്ട്. ഈ എൽഡേഴ്സ് അങ്ങനെ 2-3 പേരെങ്കിലും ചേർന്ന്, പല ഹോംസ്റ്റെഡിൽ നിന്നുള്ള എൽഡേഴ്സ് കൂടി ചേർന്നാൽ മാത്രമാണ് ഈ സെറിമണീസ് നടത്താൻ പറ്റുള്ളൂ. ആസ് ദ സ്വാംപ്സ് റോസ്, ചതുപ്പ് നിലം അത് റൈസ് ചെയ്ത് അതിൽ വെള്ളം നിറഞ്ഞു വരുമ്പോ, ദ ഓൾഡ് മെൻ ഫൗണ്ട് ഇറ്റ് ടു ഡിഫിക്കൾട്ട് ടു വാക്ക് ഫ്രം വൺ ഹോംസ്റ്റെഡ് ടു ദ നെക്സ്റ്റ്. അപ്പൊ ഒരു ഹോംസ്റ്റെഡിൽ നിന്ന് ഇറങ്ങി നടന്ന് കുന്നിന്റെ താഴേക്ക് നടന്ന് അടുത്ത കുന്ന് കയറി അടുത്ത ഹോംസ്റ്റെഡിലേക്ക് പോകാൻ ഇവർക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഈ കുന്നുകളുടെ ഇടയിൽ എന്താണ്, ഈ സ്വാംപ് ആണ്. ആൻഡ് because they could not meet, because all the elders from different homesteads could not meet, the ceremonies gradually ceased. Ceremonies ഒക്കെ പതുക്കെ നിന്നുപോയി. സീസ് ചെയ്യാന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാം, അതെല്ലാം നിന്നുപോയി. As the swamps rose even higher, all activities but one came to an end. പിന്നെയും ചതുപ്പ് നിലത്തിലെ വെള്ളം കൂടി വന്നപ്പോ, കയറി വന്നപ്പോ എല്ലാ ആക്ടിവിറ്റീസും നിന്നു.
ബട്ട് വൺ, എക്സെപ്റ്റ് വൺ, ഒന്നൊഴിച്ച എല്ലാ ആക്ടിവിറ്റീസും. എന്താണ് ഒരു ആക്ടിവിറ്റി ബാക്കിയുള്ളത്? ദ വിമൻ ബ്രൂഡ് ബിയർ ഫ്രം മെയ്സ് ആൻഡ് മില്ലറ്റ്. മെയ്സ്, മില്ലറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പലതരം ധാന്യങ്ങളാണ്. അത് ഉപയോഗിച്ചിട്ട് ആ ഹോം സ്റ്റേഡിലെ സ്ത്രീകളെല്ലാം എന്തുണ്ടാക്കി? ബിയർ ഉണ്ടാക്കി. എന്നിട്ട് അവിടെയുള്ള മെൻ, വിമൻ ആൻഡ് ചിൽഡ്രൻ, ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും പ്രായമായവരും എല്ലാവരും ആ ഹില്ലക്കിന്റെ മുകളിൽ ഇരുന്ന് അവരവരുടെ വീട്ടിലിരുന്ന് ഈ ബിയർ കുടിക്കലായി പണി. വേറെ ഒരു പരിപാടിയും നടക്കാത്ത രീതിയിൽ. അപ്പൊ അവിടെ ആകെ ഈ 3 മാസം സ്വാംപ്സിൽ വെള്ളം കയറുന്ന സമയത്ത്, ഫുൾ മഴയായിരിക്കുന്ന സമയം, വേറൊരു ആക്ടിവിറ്റി നടന്നില്ല, വേറൊരു കാര്യവും റിച്വൽസും ഒന്നും നടന്നില്ല. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് ബിയർ കുടിക്കൽ മാത്രമാണ് സംഭവിച്ചത്. അവരുടെ ഒരു ട്രഡീഷണൽ റിച്വൽ ആണ്. ഇവിടെ ബാറിൽ പോയിട്ട് ആൾക്കാർ വാങ്ങി കുടിക്കുന്ന ബിയർ അല്ല, ഇത് വീട്ടിലുണ്ടാക്കി എല്ലാവരും കുടിക്കുന്ന ഒരു ബിയർ. People began to drink at dawn. By mid-morning, the whole homestead was singing, dancing, and drumming. When it rained, people had to sit inside their huts. There they drank and sang, or they drank and told stories. അപ്പോൾ രാവിലെ തുടങ്ങും ഇവര് ബിയർ കുടിക്കല്. പീപ്പിൾ ബിഗാൻ ടു ഡ്രിങ്ക് അറ്റ് ഡോൺ. അത് രാവിലെ തുടങ്ങും. ബൈ മിഡ് മോർണിംഗ്, ഒരു പകൽ ഒരു 11 മണിയൊക്കെ 12 മണിയൊക്കെ ആകുമ്പോഴാണ് മിഡ് മോർണിംഗ്. ആ സമയം ആകുമ്പോഴേക്കും ദ ഹോൾ ഹോംസ്റ്റെഡ്, ആ ഹോംസ്റ്റെഡിലെ എല്ലാ മനുഷ്യരും they are singing, dancing, drumming. അവിടെ ചെണ്ട കൊട്ടുന്നു, പാടുന്നു, ഡാൻസ് കളിക്കുന്നു, ഫുൾ ആഘോഷമാണ്. മഴയില്ലാത്ത സമയത്ത് പുറത്തിറങ്ങിയിട്ട് അവർ ആഘോഷിക്കും. ബട്ട് വെൻ ഇറ്റ് റെയിൻ, പീപ്പിൾ ഹാഡ് ടു സിറ്റ് ഇൻസൈഡ് ദെയർ ഹട്ട്സ്. റെയിൻ ഉള്ള സമയത്ത് വീടിനകത്ത്, ഹട്ട് ചെറിയ കുടിലുകളാണ്, അതിനകത്ത് കയറിയിരിക്കും, പുറത്തിറങ്ങാൻ അവർക്ക് പറ്റില്ല. അകത്തിരുന്നു കൊണ്ട് ദേ ഡ്രാങ്ക് ആൻഡ് സാങ്, പാട്ട് പാടി, ബിയർ കുടിച്ചുകൊണ്ട് അവര് പാട്ട് പാടുന്നു. ഓർ ദേ ഡ്രാങ്ക് ആൻഡ് ടോൾഡ് സ്റ്റോറീസ്, കുടിച്ചുകൊണ്ട് അവര് പരസ്പരം കഥകൾ പറഞ്ഞു. In any case, by noon or before, I either had to join the party or retire to my own hut and my books. അപ്പോൾ എല്ലാ ദിവസവും ഒരു ഉച്ചയാകുമ്പോഴേക്കും എല്ലാവരും പാർട്ടി തുടങ്ങും. രാവിലെ തുടങ്ങുന്ന പാർട്ടിയാണ്. ഒരു ഉച്ചയാകുമ്പോഴേക്കും വന്നില്ലെങ്കിൽ എന്താ നിങ്ങൾ വരാത്തെന്ന് പറഞ്ഞിട്ട് ഇവരെയും കൂട്ടിക്കൊണ്ടുപോകും. അപ്പൊ ഒന്നെങ്കിൽ ഇവരുടെ കൂടെ ബിയർ കുടിച്ച് പാർട്ടിയിലേക്ക് പോകണം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് റൂമിൽ പോയിരുന്ന് ബുക്ക് വായിക്കണം. ഇത് രണ്ടും മാത്രമായിരുന്നു എന്റെ ഓപ്ഷൻസ്. എന്റെ എല്ലാം One does not discuss serious matters when there is beer. Come drink with us. This is what the Tiv tribe told Laura Bohannan. ബിയർ ഉള്ള സമയത്ത് നമ്മൾ സീരിയസ് ആയ കാര്യങ്ങളൊന്നും ഇരുന്ന് ചർച്ച ചെയ്യാൻ പാടില്ല, വാ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോയി കുടിക്കാം എന്നാണ് അവർ പറഞ്ഞത്. Since I lacked their capacity for the thick native beer, I spent more and more time with Hamlet. അപ്പോ ഒന്നെങ്കിൽ പുസ്തകം വായിക്കാം, അല്ലെങ്കിൽ അവരുടെ കൂടെ ബിയർ കുടിക്കാം. പക്ഷെ അവർ തന്നെ ഉണ്ടാക്കുന്ന തിക്ക് ആയിട്ടുള്ള നേറ്റീവ് ബിയർ ആണ്. അത് കുടിക്കാൻ അവർക്ക് വളരെ ശീലമാണ്. അവരുടെ കൊച്ചുകുട്ടികൾ പോലും കുടിക്കുന്ന സാധനമാണ്. പക്ഷെ എനിക്കത് കുടിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, എനിക്കത് അത്ര ശീലമില്ലാത്തത് കൊണ്ട് I could not spend much time drinking beer with them. Instead, I started spending more and more time with Hamlet. That means I was spending more and more time റീഡിങ് ഹാംലെറ്റ്. ആ ബ്രിട്ടീഷുകാരനായ ഫ്രണ്ട് വായിക്കാൻ കൊടുത്തിരുന്ന ഷേക്സ്പിയറുടെ ഹാംലെറ്റ് പുസ്തകത്തിന്റെ കോപ്പി കയ്യിലുണ്ടായിരുന്നു. അപ്പൊ കൂടുതൽ സമയം അത് വായിക്കുകയാണ് ഞാൻ ചെയ്തിരുന്നത്. ബിഫോർ ദി എൻഡ് ഓഫ് ദ സെക്കൻഡ് മന്ത്, ഗ്രേസ് ഡിസെൻഡഡ് ഓൺ മീ. ആ 2 മാസം 3 മാസത്തിലെ 2ാമത്തെ മാസം തീരുമ്പോഴേക്കും ഗ്രേസ് ഡിസെൻഡഡ് ഓൺ മീ. ഇറ്റ് ഇസ് ആസ് എന്തോ ബോധോദയം കിട്ടിയതുപോലെയാണ്, എന്തോ വെളിപാട് വന്നു എന്നൊക്കെ പറയില്ല, അതുപോലെ വെളിപാട് വന്നതുപോലെ എനിക്ക് ഹാംലെറ്റിനെ പറ്റി എല്ലാം മനസ്സിലായി എന്ന് ഞാൻ തീരുമാനിച്ചു. I was quite sure that Hamlet had only one possible interpretation, and that one യൂണിവേഴ്സലി ഒബ്വിയസ്. അപ്പോഴേക്കും അത്രയും പ്രാവശ്യം ഹാംലെറ്റ് വായിച്ചിട്ട് ഞാൻ തീരുമാനിച്ചു ഹാംലെറ്റിനെ ഒരേ ഒരു രീതിയിൽ മാത്രമേ ഇന്റർപ്രറ്റ് ചെയ്യാൻ, വ്യാഖ്യാനിക്കാൻ പോസിബിൾ ആയിട്ടുള്ളൂ, സാധ്യതയുള്ളൂ. ഹാംലെറ്റിന് ഒരു വ്യാഖ്യാനമേ സാധ്യമായുള്ളൂ, ഒരു ഇന്റർപ്രിട്ടേഷനെ പോസിബിൾ ആയിട്ടുള്ളൂ. ആൻഡ് ദാറ്റ് വൺ ഇന്റർപ്രിട്ടേഷൻ ഇസ് യൂണിവേഴ്സലി ഒബ്വിയസ്. യൂണിവേഴ്സലി, ലോകത്തെ എല്ലാവർക്കും ഒബ്വിയസ് ആയി തോന്നുന്നത്, വായിച്ച ഉടനെ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഹാംലെറ്റിന്റെ മീനിങ് എന്താണ്, ആ കഥയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് എല്ലാവർക്കും കൃത്യമായി മനസ്സിലാകും എന്ന് ഞാൻ തീരുമാനിച്ചു. ഓക്കെ. Early every morning, in the hope of having some serious talk before the beer party, I used to call on the old man at his reception hut. A circle of posts supporting a thatched roof above a low mud wall to keep out wind and rain. അപ്പോൾ എല്ലാ ദിവസവും ഏർലി എവറി മോർണിംഗ്, എല്ലാ ദിവസവും ഈ ബിയർ പാർട്ടി തുടങ്ങുന്നതിന് മുമ്പ് ഇവര് കള്ളു കുടിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഇവരൊന്നിനും കിട്ടില്ല.
പക്ഷെ അതിനു മുമ്പ് നമുക്ക് എന്തെങ്കിലും സീരിയസ് ആയി സംസാരിക്കാം എന്നുള്ള ഒരു ഹോപ്പ്, ആ ഒരു പ്രതീക്ഷയോടുകൂടി എല്ലാ ദിവസവും ഏർലി മോർണിംഗ് ഐ യൂസ് ടു കോൾ ഓൺ ദി ഓൾഡ് മാൻ. കോൾ ഓൺ എന്ന് പറഞ്ഞാൽ ഐ യൂസ് ടു ഗോ ആൻഡ് വിസിറ്റ് ദി ഓൾഡ് മാൻ. ടു കോൾ ഓൺ സംവൺ മീൻസ് ടു വിസിറ്റ് ദം. എവിടെ വെച്ചിട്ടാണ്? അറ്റ് ഹിസ് റിസപ്ഷൻ ഹട്ട്. അയാള് താമസിക്കുന്ന സ്ഥലത്തല്ല, ആളുകളെ റിസീവ് ചെയ്യുന്ന, ഇപ്പൊ പാർലർ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ആളുകളെ റിസീവ് ചെയ്യാൻ അയാൾക്ക് ഒരു പ്രത്യേക ഒരു സ്ഥലമുണ്ട്, ഒരു കുടിലുണ്ട്, ഒരു ഹട്ടുണ്ട്. അവിടെ വെച്ചിട്ടാണ് ഞാൻ ഇയാളെ പോയി എല്ലാ ദിവസവും കാണാറുണ്ട്. ആ ഹട്ടിനെ ഡിസ്ക്രൈബ് ചെയ്യാണ്. ഇറ്റ് വാസ് എ സർക്കിൾ ഓഫ് പോസ് സപ്പോർട്ടിങ് എ thatched roof above a low mud wall to keep out wind and rain. അപ്പൊ കുറെ പോസ്റ്റ് കാലുകൾ വെച്ചിട്ട് ഇങ്ങനെ താങ്ങിയിരിക്കാണ്. മുകളില് thatched റൂഫ്, മേഞ്ഞ റൂഫാണ് മുകളില്. ചുറ്റും ചെറുതായിട്ടൊരു ലോ മഡ് വാൾ, മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു വാൾ ചുറ്റുമുണ്ട്. അങ്ങനെ ഒരു സർക്കുലർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു കുടിലാണ്, അതിനകത്താണ് ഈ മനുഷ്യൻ ഇരിക്കുന്നത്. One day I crawled through the low doorway and found most of the men of the homestead sitting huddled in their ragged clothes on stools, low plank beds and reclining chairs, warming themselves against the chill of the rain around the smoky fire. ഒരു ദിവസം ഞാൻ ഈ ഹട്ടിലേക്കുള്ള ലോ ഡോർവേ അധികം ഹൈറ്റ് ഒന്നും ഇല്ലാത്തതാണ്. അപ്പൊ അതിനടിയിൽ കൂടെ ഇങ്ങനെ ക്രോൾ ചെയ്ത് വേണം, അതൊക്കെ ചെറുതായിട്ട് ഞാൻ മുട്ടുകുത്തി അങ്ങനെയൊക്കെ വേണം എനിക്ക് കടന്നു വരാൻ. അങ്ങനെ ഞാൻ കടന്നു വന്നപ്പോൾ എന്താണ്, വാട്ട് ഡിഡ് ഐ ഫൈൻഡ്? ഞാൻ കണ്ടത് എന്താണ്? മോസ്റ്റ് ഓഫ് ദ മെൻ ഓഫ് ദ ഹോംസ്റ്റെഡ്, ആ ഹോംസ്റ്റെഡിലെ അധികം ആണുങ്ങളും അവിടെ ഇരിക്കുകയാണ്. ദേ ആർ സിറ്റിംഗ് ഹഡ്ലിഡ് ഇൻ ദിയർ റാഗഡ് ക്ലോത്ത്സ്. അവരുടെ തുണികളെല്ലാം ഏകദേശം റാഗഡ് ആയിട്ട് കീറപ്പാറയായിട്ടുള്ള തുണികളാണ്. അതൊക്കെ ഇട്ട്, മഴയല്ലേ, അപ്പൊ നല്ല തണുപ്പുണ്ട്, അപ്പൊ അവിടെ ഇങ്ങനെ ചുരുണ്ടുകൂടി, ഹഡിൽ മീൻസ് ചുരുണ്ടുകൂടി ഇരിക്കുകയാണ് അവരവിടെ. എവിടെയാണ്? ഓൺ സ്റ്റൂൾസ്, ലോ പ്ലാങ്ക് ബെഡ്സ് ആൻഡ് റിക്ലൈനിങ് ചെയേഴ്സ്. അവിടെ ചെയേഴ്സ്, ലോ ആയിട്ടുള്ള ചില ബെഡുകൾ ഉണ്ട്, സ്റ്റൂൾ ഉണ്ട്, അതിനൊക്കെ കയറി ഇരിക്കുകയാണ്. ആൻഡ് they have built a smoky fire. നടുവിൽ അവരൊരു ഫയർ പ്ലേസ് ഉണ്ടാക്കി, ഒരു തീ കൂട്ടിയിട്ടുണ്ട്. ആ തീ കാഞ്ഞുകൊണ്ട് അവർ they are warming themselves against the chill of the rain. പുറത്തെ മഴയുടെ ചില്ല, ആ തണുപ്പ് മാറാൻ വേണ്ടി അവര് സ്വയം ഒരു വാംത്ത് വരാൻ വേണ്ടി അവര് ഒരു തീ കൂട്ടി, ആ തീക്ക് ചുറ്റും ഇവരെല്ലാവരും കൂടി ഇരിക്കുകയാണ്. ഇൻ ദ സെന്റർ were 3 pots of beer. നടുവിൽ ഇവരെല്ലാവരും ഇരിക്കുന്നു. നടുവിൽ 3 വലിയ ഭരണിയിൽ, പോട്ടില് ബിയർ ഉണ്ട്. ആൻഡ് ദ പാർട്ടി ഹാഡ് സ്റ്റാർട്ടഡ്. അപ്പൊ അതിരാവിലെ ഞാൻ എണീറ്റ് ചെന്നാണ്, പാർട്ടി തുടങ്ങുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഈ മനുഷ്യനെ കണ്ട് അയാളോട് സംസാരിക്കണം എന്ന് വിചാരിച്ച് ചെല്ലുകയാണ്. പക്ഷെ ഞാൻ അങ്ങനെ ഒരു ദിവസം ചെന്നപ്പോ എല്ലാവരും ചുറ്റും ഇരിക്കുന്നുണ്ട്, ഒരു തീ കൂട്ടിയിട്ടുണ്ട്, ബിയറൊക്കെ വെച്ച ആൾക്കാര് പാർട്ടി തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. The old man greeted me cordially. Sit down and drink. I accepted a large calabash full of beer, poured some into a small drinking gourd and tossed it down. Then I poured some more into the same gourd for the man second in seniority to my host before I handed my calabash over to a young man for further distribution. Important people shouldn't ladle beer themselves. അപ്പൊ ഈ ഒരു ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത് എന്താ വെച്ചാൽ, കാലബാഷ്, ഗോഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലതരം വെജിറ്റബിൾസ് ആണ്. ദേ ആർ ലൈക്ക് അതിന് നമ്മളുടെ എന്താണ്, മത്തങ്ങ അല്ലെങ്കിൽ കുമ്പളങ്ങ, അങ്ങനത്തെ കുറെ ഗോഡ്സ് ഉണ്ടല്ലോ, അതുപോലത്തെ സംഭവം. അതിന്റെ ഉള്ളിലത്തെ എല്ലാം കളഞ്ഞിട്ട് ദേ യൂസ് ദ തിക്ക് സ്കിൻ ഓഫ് ദാറ്റ് ഗോഡ് ടു ഡ്രിങ്ക്. അപ്പൊ അതിനകത്ത് വെള്ളം അല്ലെങ്കിൽ ഇതിൽ ഈ പറഞ്ഞ പോലെ ബിയർ നിറച്ചിട്ട് അങ്ങനെയാണ് അവര് കുടിക്കുന്നത്. അപ്പോ ഓൾഡ് മാൻ ഇവരെ കണ്ടുടനെ കോർഡിയലായിട്ട്, വളരെ ഹാർട്ടി, വളരെ വോമായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഇരിക്കുക, നമുക്ക് കുടിച്ചു തുടങ്ങാമെന്ന് പറഞ്ഞു. അവരിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഷീ ഹാസ് ടു ആക്സെപ്റ്റ്. അവരിരുന്നിട്ട് ആൻഡ് ദെൻ ഷീ ഈസ് ഡിസ്ക്രൈബിങ് ഹൗ ദേ ആർ സപ്പോസ് ടു. അവരുടെ ഒരു റിച്വൽ ആണ്. ഇങ്ങനെ വെറുതെ എടുത്തിട്ട് കുടിക്കുകയല്ല ചെയ്യേണ്ടത്. ഇൻസ്റ്റെഡ് സംബഡി വിൽ ഗിവ് ഹർ എ ലാർജ്, വലിയൊരു കാലബാഷ്, വലിയൊരു ഗോഡിൽ ബിയർ തരുമ്പോൾ അത് ചെറിയൊരു ഗോഡിലേക്ക് ഒഴിച്ച് അത് അവർ കുടിച്ചു. ആദ്യം അവർ തരുന്നത് വാങ്ങി ചെറിയൊരു ഗ്ലാസ് പോലുള്ള ഒരു സാധനത്തിലേക്ക് ഒഴിച്ച് കുടിക്കണം. അതിനുശേഷം അതേ ഗ്ലാസ്, അതേ ഗോഡിലേക്ക്, ഗ്ലാസ് അല്ല ഗോഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്, അതിലേക്ക് ഇവര് പിന്നെയും കുറച്ചുകൂടി ഒഴിച്ചിട്ട് എന്ത് ചെയ്തു? ഷീ ഹാൻഡഡ് ഇറ്റ് ഓവർ ടു ദ മാൻ ഹു ഇസ് സെക്കൻഡ് ഇൻ സീനിയോറിറ്റി ടു ഹെർ ഹോസ്റ്റ്. ഹോസ്റ്റ് നമ്മുടെ ഓൾഡ് മാൻ. അയാൾ കഴിഞ്ഞ്, അയാളുടെ തൊട്ട് താഴെ സീനിയോറിറ്റിയിൽ വരുന്ന ആൾക്ക് ഈ
ഗോഡ് കൊടുത്തു. അപ്പൊ ഇവര് അങ്ങനെയാണ് അവരുടെ ഒരു രീതി. വെറുതെ നമ്മളോട് വന്നിട്ട് നമ്മൾ കുടിച്ചോ എന്ന് പറയുമ്പോൾ ചുമ്മാ എടുത്ത് കുടിക്കാൻ പാടില്ല. നമ്മൾക്ക് അവർ തരുന്നത് നമ്മളൊരു ചെറിയ നമുക്ക് കുടിക്കാനുള്ള ഒരു ഗോഡിലേക്ക് ഒഴിച്ച് ആദ്യം നമ്മൾ കുടിച്ച് അതേ ഗോഡില് അത് പിന്നെ അവിടെ താഴെ വെക്കല്ല, അതേ ഗോഡിലേക്ക് കുറച്ചുകൂടി ഒഴിച്ചിട്ട് അവിടുത്തെ സീനിയർ ആയിട്ടുള്ള എൽഡേഴ്സിന് നമ്മൾ കൊടുക്കണം. അതിനുശേഷം വേറൊരു യങ് മാൻ വന്നിട്ടുണ്ട്, അയാളുടെ കയ്യിൽ ഇത് കൊടുക്കുകയാണ്. അയാളാണ് ബാക്കി എല്ലാവർക്കും ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇമ്പോർട്ടന്റ് പീപ്പിൾ, ഓൾഡർ ആയിട്ടുള്ള ആൾക്കാരെ, അവിടുത്തെ എൽഡേഴ്സ് ആയിട്ടുള്ള ആളുകള് തന്നെ ബിയർ എടുത്ത് കുടിക്കേണ്ട അവസരം വരാൻ പാടില്ല. യങ് ആയിട്ടുള്ള ആൾക്കാർ അവർക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പൊ ഈ ഒഴിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ ഒരു റിച്വൽ കൂടിയാണ്. അപ്പൊ ഞാൻ അവിടുത്തെ ഒരു ഗസ്റ്റ് ആണെങ്കിൽ എനിക്ക് അവർ ഒഴിച്ചു തരുമ്പോൾ അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യണം. എന്നിട്ട് ഞാൻ ഒഴിച്ച് അവരുടെ ഇടയിലുള്ള ഒരു എൽഡറിന് ഞാൻ ഒഴിച്ച് അങ്ങോട്ട് കൊടുക്കണം. അപ്പൊ ഇവര് മുമ്പ് ഒരു പ്രാവശ്യം അവിടെ പോയി നിന്നതുകൊണ്ട് ഈ ടിവ് എന്ന് പറയുന്ന ട്രൈബിന്റെ റിച്വൽസും കസ്റ്റംസും അവർക്കറിയാം. അപ്പൊ അവരുടെ രീതികൾ മനസ്സിലാക്കിയത് കൊണ്ട് ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തു. It is better like this, the old man said, looking at me approvingly and plucking at the thatch that had caught in my hair. You should sit and drink with us more often. അപ്പൊ ഇതാണ് നല്ലത്. നീ ഇങ്ങനെ ഒറ്റയ്ക്ക് പോയി ബുക്ക് വായിക്കുന്നതിനെക്കാട്ടിലും ഞങ്ങളുടെ കൂടെ ഇടയ്ക്കിടയ്ക്ക് വന്നിരുന്നിട്ട് ഞങ്ങളുടെ കൂടെ ഡ്രിങ്ക് ചെയ്യണം, ഞങ്ങളുടെ കഥകളൊക്കെ കേൾക്കണം, ഇതാണ് നല്ലത് എന്ന് ഓൾഡ് മാൻ ലോറ ബോഹനനോട് പറയാണ്. വന്നിരുന്നതിൽ അപ്രൂവിംഗ്ലി നന്നായി, നീ വന്നത് നന്നായി എന്നുള്ള രീതിയിലാണ് അയാൾ ആ സ്ത്രീനെ നോക്കുന്നത്. ആൻഡ് ഹി വാസ് പ്ലക്കിംഗ് അറ്റ് ദ താച്ച് ദാറ്റ് ഹാഡ് കോട്ട് ഇൻ മൈ ഹെയർ. അവര് ആ ലോ എൻട്രൻസിൽ കൂടെ കയറി വരുമ്പോ ആ ഓലമേഞ്ഞ ഹട്ടാണെന്ന് നമ്മൾ പറഞ്ഞു, അതിൽ ഓലയുടെ എന്തോ കഷ്ണം ഇവരുടെ മുടിയിൽ പെട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇയാള് പെറുക്കി കളഞ്ഞുകൊണ്ട് ഇവളോട് പറഞ്ഞു, നന്നായി മോളെ നീ വന്നത്, നീ ഇതുപോലെ വന്ന് ഞങ്ങളുടെ കൂടെ കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യണം, അതാണ് നല്ലത്. യുവർ സെർവൻസ് ടെൽ മീ ദാറ്റ് when you are not with us, you sit inside your hut looking at a paper. നിന്റെ സെർവൻസ് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഇതൊരു ട്രൈബ്സ് ആണെങ്കിലും അവര് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ഈ ഓൾഡ് മാൻ അവരുടെ ഗസ്റ്റ് ആയി വന്ന ലോറ ബോഹന്നാനെ സഹായിക്കാൻ സെർവൻസിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ സെർവൻസ് വന്ന് ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളുടെ കൂടെ ഇരിക്കാത്ത സമയത്ത് നീ ഒറ്റയ്ക്ക് മുറിയിലിരുന്ന് യു സിറ്റ് ഇൻസൈഡ് യുവർ ഹാർട്ട് ലുക്കിംഗ് അറ്റ് എ പേപ്പർ, എന്തോ പേപ്പർ നോക്കിയിരിക്കുന്നു. അപ്പൊ ഇവര് ബുക്ക് വായിക്കാന്നുള്ള ഒരു ഐഡിയ ഇവർക്കില്ല. കാരണം അവരുടെ ഇടയിൽ ഓറൽ ലിറ്ററേച്ചർ ആണ്, കഥകളും പാട്ടുകളും ഒക്കെ ആയിട്ടാണ് ഓറലി പറയുന്ന, വായ്മൊഴിയായി പറയുന്ന കഥകളും പാട്ടുകളാണുള്ളത്. ബുക്ക് വായിക്കാനുള്ള ഒരു കോൺസെപ്റ്റ് അവർക്കില്ല. അതുകൊണ്ട് എന്തിനാണ് ഈ സ്ത്രീ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ ഇരുന്നിട്ട് ഒരു കടലാസ് നോക്കിയിരിക്കുന്നതെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? സോഫാർ ഓക്കെ ആണോ? യെസ് മാം. കണ്ടിന്യൂ ചെയ്യാമോ അല്ലേ? കഥ സോഫാർ ഓക്കെ ഓക്കെ. ഓക്കെ, സോ അപ്പൊ എന്തോ പേപ്പർ നോക്കിയിരിക്കുന്നു എന്ന് മാത്രമേ ഇവർക്ക് മനസ്സിലാവുന്നുള്ളൂ. ഇനി പേപ്പർ എന്ന് പറയുമ്പോൾ എന്താ ഇവര് മനസ്സിലാക്കുന്നത്? ദി ഓൾഡ് മാൻ വാസ് അക്വൈന്റഡ് വിത്ത് 4 kinds of papers: tax receipts, bride price receipts, court fee receipts and letters. 4 തരത്തിലുള്ള പേപ്പർ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ ട്രൈബൽസിന് 4 സാധനങ്ങളാണ് പേപ്പർ എന്ന് പറയുമ്പോൾ അവർ മനസ്സിലാക്കുന്നത്. അവർക്ക് അക്വൈന്റഡ് ആയിട്ടുള്ള, അവർക്ക് ഫെമിലിയർ ആയിട്ടുള്ളത് 4 തരത്തിലുള്ള പേപ്പേഴ്സ് ആണ്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഇസ് ടാക്സ് റെസീപ്റ്റ്സ്, ടാക്സ് അടച്ചതിന്റെ റെസീറ്റ്. പിന്നെ സെക്കൻഡ് വൺ ഇസ് ബ്രൈഡ് പ്രൈസ് റെസീപ്റ്റ്സ്. ബ്രൈഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇപ്പോൾ ഡൗറി എന്നൊക്കെ പറയുന്നത് പോലെ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ബേസിക്കലി ബ്രൈഡ് പ്രൈസ്. ഒരു ബ്രൈഡിനെ ഒരു ഫാമിലിയിലേക്ക് കൊടുക്കുമ്പോൾ തിരിച്ച് ബ്രൈഡിന്റെ വീട്ടുകാർക്ക് ഗ്രൂമിന്റെ വീട്ടുകാർ കൊടുക്കുന്നതാണ് ഈ ബ്രൈഡ് പ്രൈസ് എന്ന് പറയുന്നത്. മഹർ എന്നൊക്കെ പറയുന്നത് പോലെ ബ്രൈഡ് പ്രൈസ്. അവരുടെ ഒരു ട്രൈബിൽ ഉണ്ടായിരുന്ന ഒരു കസ്റ്റമാണ്, ഒരു കല്യാണം നടത്തുമ്പോൾ കല്യാണ ചെക്കന്റെ വീട്ടുകാര് കല്യാണ പെണ്ണിന്റെ വീട്ടുകാർക്ക് ഒരു ബ്രൈഡ് പ്രൈസ് കൊടുക്കും. അപ്പൊ പെണ്ണിന്റെ വീട്ടുകാർ എന്ത് ചെയ്യും? അതിനൊരു റെസീറ്റ് എഴുതി തിരിച്ചു കൊടുക്കും. അതാണ് അവർക്ക് അറിയാവുന്ന രണ്ടാമത്തെ തരം പേപ്പർ. ഒന്ന് ടാക്സ് റെസീറ്റ്, ഒന്ന് ബ്രൈഡ് പ്രൈസ് റെസീറ്റ്, പിന്നെ കോർട്ട് ഫീ റെസീറ്റ്. കോർട്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കോടതിയിൽ എന്തെങ്കിലും കേസോ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ ആ ഫീസ് അടച്ചതിന്റെ റെസീറ്റ്, കോർട്ട് ഫീസ് അടച്ചതിന്റെ റെസീറ്റ്. നാലാമത്തത് ലെറ്റേഴ്സ്, കത്തുകളാണ്. അപ്പോ ആദ്യം പറഞ്ഞ 3 എണ്ണവും റെസീറ്റുകളാണ്. ടാക്സ് അടച്ചതിന്റെ, പിന്നെ ബ്രൈഡ് പ്രൈസ് ഒരു കല്യാണം നടത്തിയതിന്റെ റെസീറ്റ്, പിന്നെ കോർട്ടിൽ പോയതിന്റെ ഫീസ് അടച്ചതിന്റെ റെസീറ്റ്, നാലാമത്തത് ലെറ്റർ. ഈ 4 തരം പേപ്പർ മാത്രമേ ഇവർക്ക് മനസ്സിലാവുന്നുള്ളൂ. വേറെ നമ്മളെ ലോറ ബോഹനാൻ വായിക്കുന്നുണ്ടായിരുന്ന പേപ്പർ എന്താണ്?
അതൊരു കഥാപുസ്തകമാണ്, അതൊരു നാടകമാണ്, അതിന്റെ ഒരു കോപ്പിയാണ്. അത് ഇവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ നീ എന്തോ പേപ്പർ നോക്കിയിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഇവര് വിചാരിക്കുന്നത് ഇതുപോലുള്ള എന്തോ പേപ്പർ നോക്കി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക എന്നാണ്. The messenger who brought him letters from the chief used them mainly as a badge of office, for he always knew what was in them and told the old man. യൂഷ്വലി ലെറ്റർ വരാറുള്ളത് എങ്ങനെയാണ്? ഇവരുടെ ട്രൈബിലെ ചീഫിന്റെ അടുത്ത് നിന്നാണ് ലെറ്റർ വരുന്നത്. ട്രൈബിലെ എൽഡേഴ്സ് ആണ് ഈ ഓൾഡ് മാനും ഇതുപോലുള്ള പല ആളുകളും. പക്ഷെ അവരെല്ലാം റൂൾ ചെയ്യുന്നത് അവരുടെ ചീഫാണ്, അവരുടെ മൂപ്പൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ അവരുടെ ചീഫാണ്. ഈ ചീഫിന്റെ അടുത്ത് നിന്നാണ് ലെറ്റേഴ്സ് വരുന്നത് ഇവർക്ക്. പക്ഷെ ഈ ലെറ്റർ കൊണ്ടുവരുന്നത് ചീഫിന്റെ മെസ്സഞ്ചർ ആയിരിക്കും, ചീഫിന്റെ ഒരു ദൂതനായിരിക്കും കൊണ്ടുവരിക. അയാൾ പക്ഷെ ഈ ലെറ്റർ കൊണ്ട് വന്ന് കൊടുത്തിട്ട് ഇവർ വായിക്കല്ല ചെയ്യുന്നത്. ആ ലെറ്ററിൽ എന്താണ് എന്ന് കൃത്യമായിട്ട് അയാൾക്ക് അറിയാം. അപ്പൊ അയാൾ വന്നിട്ട് അത് ഓറലി, അയാൾ വായ്മൊഴിയായി തന്നെ അത് പറയുകയാണ് ചെയ്യുന്നത്. ലെറ്റർ എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഓൺലി എ ബാഡ്ജ് ഓഫ് ഓഫീസ്, അതായത് ഞാൻ ശരിക്കും ചീഫിന്റെ അടുത്ത് തന്നെയാണ് കൊണ്ടുവരുന്നതെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സിമ്പിൾ ആയിട്ട് മാത്രമാണ് ആ ലെറ്റർ യൂസ് ചെയ്തിരുന്നത്. Personal letters for the few who had relatives in the government or mission stations were kept until someone went to a large market where there was a letter writer and reader. പിന്നെ ഇപ്പോൾ യൂഷ്വലി ഒഫീഷ്യലായി വരുന്ന ലെറ്റേഴ്സ് എല്ലാം ചീഫിന്റെ അടുത്ത് നിന്ന് ഇങ്ങനെയാണ് വരും, ഒരു മെസ്സഞ്ചർ കൊണ്ടുവരും. പക്ഷെ ആ ലെറ്ററിൽ എന്ത് പറഞ്ഞിരിക്കുന്നു മെസ്സഞ്ചറിന് കൃത്യമായിട്ട് അറിയാം. അയാൾ അത് വായ്മൊഴിയായി തന്നെ ഇവർക്ക് പറഞ്ഞു കൊടുക്കും. ആ ലെറ്റർ ചുമ്മാ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി, ചീഫ് തന്നത് തന്നെയാണ് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ചീഫിന്റെ എന്തെങ്കിലും മുദ്ര എന്തെങ്കിലും ഉണ്ടാവും, അത് കാണിക്കാൻ വേണ്ടിയാണ് ഒഫീഷ്യൽ ലെറ്റർ ഉപയോഗിച്ചിരുന്നത്. പിന്നെ പേഴ്സണൽ ലെറ്റർ വരും, അത് വളരെ കുറച്ചു പേർക്ക് വരുള്ളൂ. എന്തുകൊണ്ടാണ്? ചില ആളുകളുടെ റിലേറ്റീവ്സ് ഉണ്ടാവും, അവരുടെ മക്കള്, മരുമക്കൾ, അങ്ങനത്തെ ആളുകളൊക്കെ ഗവൺമെന്റിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ മിഷൻ സ്റ്റേഷൻസിൽ വർക്ക് ചെയ്യുന്ന മിഷണറീസ് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗവൺമെന്റിൽ വർക്ക് ചെയ്യുന്നതായിട്ടുള്ള ബന്ധുക്കളുള്ള ആൾക്കാരാണ് ശരിക്കും പേഴ്സണൽ ലെറ്റർ അയക്കുന്നത്. കാരണം ഇവിടെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ലെറ്റർ അയക്കാനില്ല. ഇവർ ആ ട്രൈബിലെ ആൾക്കാർക്ക് എന്തെങ്കിലും അപ്പുറത്തെ ഹില്ലൊക്കെ ആളോട് പറയണമെങ്കിൽ ഇറങ്ങിപ്പോയി അങ്ങോട്ട് പറയും, അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് പറഞ്ഞു വിടും. ലെറ്റർ അയക്കുക എന്നുള്ള ഒരു സംഭവം അവർക്ക് വളരെ കുറവാണ്. അങ്ങനെ പേഴ്സണൽ ലെറ്റർ വരുന്നത് ആർക്കാണ്? സ്വന്തം ബന്ധുക്കള് ഗവൺമെന്റിലോ മിഷൻ സ്റ്റേഷനിലോ, അതായത് ടൗണിൽ എവിടെയെങ്കിലും നിൽക്കുന്ന ബന്ധുക്കളുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ പേഴ്സണൽ ലെറ്റർ അയച്ചു വരും. അതെല്ലാം ഇവർ ഒരുമിച്ച് എടുത്തു വെച്ചിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരാള് മാർക്കറ്റിൽ പോകുമ്പോൾ, കാരണം ഇവർക്ക് ആർക്കും എഴുതാനും വായിക്കാനും അറിയില്ല. സോ വൺ പേഴ്സൺ ഗോസ് ടു ദ മാർക്കറ്റ് ആൻഡ് ടേക്സ് ഓൾ ദീസ് ലെറ്റേഴ്സ്. അവിടെ ചെന്നിട്ട് അവിടെ ഇൻ ദ മാർക്കറ്റ് ദർ വിൽ ബി എ ലെറ്റർ റൈറ്റർ ഓർ ലെറ്റർ റീഡർ. കത്തുകൾ വായിക്കുക, കത്തുകൾ എഴുതി കൊടുക്കുക, ഈ ജോലി ചെയ്യുന്ന ഒരാൾ അവിടെ ഉണ്ടാവും. വളരെ കുറച്ചു പേർക്ക് മാത്രമേ എഴുതാനും വായിക്കാൻ അറിയുന്നുണ്ടാവുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ ഓറൽ ആയിട്ട് മാത്രമാണ് അവരുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അവർക്ക് റിട്ടൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അവർക്ക് ആവശ്യമേ ഇല്ല. അപ്പൊ ആരെങ്കിലും പേഴ്സണൽ ലെറ്റർ അയക്കുകയാണെങ്കിൽ ഇവിടെ ചെന്ന് മാർക്കറ്റിൽ ചെന്ന് അവിടുത്തെ ലെറ്റർ റീഡറിനെ കൊണ്ട് അത് വായിപ്പിക്കും. എന്നിട്ട് അയാൾ തന്നെയായിരിക്കും ലെറ്റർ റൈറ്റർ, അയാളെ കൊണ്ട് മറുപടി എഴുതിപ്പിക്കുകയും ചെയ്യും. Since my arrival, letters were brought to me to be read. ചില സമയത്ത് ഞാൻ വന്നതിന് ശേഷം, എനിക്ക് എഴുതാനും വായിക്കാനും അറിയാമെന്ന് മനസ്സിലാക്കിയതിനു ശേഷം എനിക്ക് ഇവർ ചിലപ്പോൾ ലെറ്റേഴ്സ് കൊണ്ടു തന്നിട്ട് വായിച്ചു തരൂ എന്ന് പറയാറുണ്ട്. A few men also brought me bride price receipts privately with a request to change the figures to a higher sum. ചില ആൾക്കാർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ബ്രൈഡ് പ്രൈസ് റെസീറ്റ് കൊണ്ടുവരും. അപ്പൊ ഇത് മിക്കവാറും ആരായിരിക്കും വെച്ച് കഴിഞ്ഞാൽ, ഇത് കല്യാണം നടത്തുന്ന ആ പെണ്ണിന്റെ അച്ഛനായിരിക്കും, അല്ലെങ്കിൽ ആ പെണ്ണിന്റെ ബന്ധുക്കളായിരിക്കും കൊണ്ടുവരിക. ബ്രൈഡ് പ്രൈസിന്റെ റെസീറ്റ് കൊടുത്തിട്ട് പറയും, എനിക്ക് ആക്ച്വലി അവര് തരുന്നതിനെക്കാട്ടിലും കൂടുതൽ കിട്ടി എന്ന് കാണിക്കാൻ വേണ്ടി എനിക്കിതൊന്ന് മാറ്റിത്തരണം, ഹയർ സമ്മായിട്ട് മാറ്റിത്തരണം. കാരണം എന്റെ മോളെ കല്യാണം കഴിച്ചു കൊടുത്തപ്പോൾ ഇത്രയും ബ്രൈഡ് പ്രൈസ് കിട്ടി എന്ന് പറഞ്ഞാൽ റെസീറ്റ് കാണിക്കുന്ന ഇയാൾക്കൊരു സ്റ്റാറ്റസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത്രയും പൈസക്ക് എന്റെ മോളെ കെട്ടിച്ചു വിട്ടു എന്ന് കാണിക്കാൻ വേണ്ടി അവർക്ക് ആക്ച്വലി കിട്ടിയ ബ്രൈഡ് പ്രൈസിൽ നിന്നും കൂടുതൽ കാണിക്കാൻ പറഞ്ഞുകൊണ്ട് ആ റെസീറ്റ് മാറ്റി തരാൻ പറഞ്ഞുകൊണ്ട് ചില ആൾക്കാർ വരാറുണ്ട്. I found moral arguments were of no avail, since in-laws are fair game and the technical hazards of forgery difficult to explain to an illiterate people. അപ്പൊ ഞാൻ എന്നോട് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഞാൻ ആദ്യം പറയും, മോറൽ ആർഗ്യുമെന്റ് പറയും, മോറലി തെറ്റാണ്. മോറൽ എന്ന് പറഞ്ഞാൽ എന്താ, റൈറ്റ് ഓർ റോങ് എന്നുള്ള സംഭവമാണ്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്നൊക്കെ ഞാൻ പറയാൻ ശ്രമിക്കും. പക്ഷെ അതൊന്നും ദാറ്റ് വാസ് ഓഫ് നോ അവെയിൽ, ദാറ്റ് വാസ് ഓഫ് നോ യൂസ്. അവർക്ക് അതുകൊണ്ടൊന്നും ഒരു
പ്രപ്പോസലും ഉണ്ടായില്ല. കാരണം ആരെയാണ് നമ്മൾ പറ്റിക്കുന്നത്? ഇൻലോസിനെയാണ്. ഇൻലോസിനെ പറ്റിക്കാൻ എല്ലാവരും എപ്പോഴും തയ്യാറാണ്. അപ്പൊ അതുകൊണ്ട് അവരോട് എന്ത് മൊറാലിറ്റി, അത് പ്രശ്നമൊന്നുമില്ല എന്നിവർ പറയും. പിന്നെ ചിലപ്പോ ഈ സ്ത്രീ പറയും ടെക്നിക്കലി ഫോർജറി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഹസാർഡസ് മീൻസ് ഇറ്റ് ഇസ് ഡേഞ്ചറസ്. ദർ ഇസ് എ ടെക്നിക്കൽ ഡേഞ്ചർ ഇൻ ഫോർജറി. നിങ്ങൾ എന്നോട് ചെയ്യാൻ പറഞ്ഞ എന്താണ്? ഫോർജറി ആണ്, അത് തെറ്റാണ്. അത് നിയമപരമായി നോക്കുമ്പോൾ അതൊരു തെറ്റാണ്. കാരണം അതിൽ എഴുതിയിരിക്കുന്നത് കൃത്യമായിട്ടൊരു റെസീറ്റ് ആണ്, അത് ഞാൻ മാറ്റി എഴുതുന്ന പറയാം തെറ്റാണ്, അത് ശരിയല്ല എന്ന് പറയുമ്പോൾ ഞാൻ എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും അവർക്ക് മനസ്സിലാവില്ല. കാരണം ദേ ആർ ഇല്ലിറ്ററേറ്റ്. അവര് എഴുത്തും വായനയും ഇല്ലാത്ത ആൾക്കാരായതുകൊണ്ട് അവർക്ക് ഈ എഴുത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു റെസീറ്റില് മാറ്റി എഴുതുന്നത് തെറ്റാണ് എന്ന് പറയുമ്പോൾ അവർക്ക് തീരെ മനസ്സിലാവുന്നില്ല. അപ്പൊ മോറൽ ആർഗ്യുമെന്റ് പറഞ്ഞിട്ട് കാര്യമില്ല, ടെക്നിക്കലി ലീഗലി തെറ്റാണെന്ന് പറഞ്ഞിട്ടും അവരത് മനസ്സിലാക്കുന്നില്ല. എനിവേ, ഇതൊക്കെയാണ് അവർക്കറിയാവുന്ന തരം പലതരം പേപ്പേഴ്സ്. എന്തൊക്കെയാണ്? ലെറ്റേഴ്സ്, ടാക്സ് റെസീറ്റ്സ്, ബ്രൈഡ് പ്രൈസ് റെസീറ്റ്സ് ആൻഡ് കോർട്ട് ഫീ റെസീറ്റ്സ്. ഇതൊക്കെയാണ് പേപ്പർ എന്ന് പറയുമ്പോൾ. I did not wish them to think me silly enough to look at any such papers for days on end. And I hastily explained that my paper was one of the things of long ago of my country. അപ്പൊ ഞാൻ ഇങ്ങനെയുള്ള ഈ പറയുന്ന ഈ 4 തരം പേപ്പർ പറഞ്ഞു. അങ്ങനെ എന്തോ പേപ്പർ നോക്കിയിരിക്കുകയാണ് ദിവസങ്ങളോളം, ഫോർ ഡേയ്സ് ഓൺ എൻഡ്, നിർത്താതെ ഞാൻ ഈ പേപ്പർ നോക്കിയിരിക്കുക എന്ന് പറയുമ്പോൾ they will think that I am very silly. ഞാൻ എന്തോ മണ്ടത്തരം ചെയ്യാന്ന് അവർ തോന്നും. അങ്ങനെ അവരെന്നെ പറ്റിയിട്ട് ഞാനൊരു മണ്ടിയാണെന്ന് വിചാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഹേസ്റ്റിലി ക്വിക്ലി ആയി എക്സ്പ്ലെയിൻ ടു ദം, ഞാൻ അവർക്ക് വിശദീകരിച്ചു കൊടുത്തു. എന്താണ് ഞാൻ വായിക്കുന്ന പേപ്പർ? ഞാൻ വായിക്കുന്ന ബുക്കാണ് ആക്ച്വലി. ഞാൻ വായിക്കുന്ന പേപ്പർ എന്താണ്? ഇറ്റ് വാസ് വൺ ഓഫ് ദ തിങ്സ് ഓഫ് ലോങ് എഗോ ഓഫ് മൈ കൺട്രി. തിങ്സ് ഓഫ് ലോങ് എഗോ എന്നുള്ളത് ഇവരുടെ ഭാഷേനെ ഇംഗ്ലീഷിലേക്ക് അവർ നേരിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതായിരിക്കും. അവർക്ക് അപ്പോൾ എന്റെ നാടിന്റെ ഹിസ്റ്ററി, എന്റെ നാടിന്റെ കൾച്ചർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിനൊന്നും അവർക്ക് കൃത്യമായ വേർഡ്സ് ഇല്ല. അതുകൊണ്ട് അവരുടെ ഭാഷയിൽ പറഞ്ഞ എന്റെ നാടിന്റെ, എന്റെ കൺട്രീന്റെ തിങ്സ് ഓഫ് ലോങ് എഗോ, അങ്ങനത്തെ കുറെ കാലമായി എടുത്തു വെച്ചിട്ടുള്ള എന്തോ ഒരു സംഭവമാണ് ഇത് എന്നുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ ശ്രമിച്ചു. അപ്പൊ എന്താണ് സംഭവിച്ചത്? സോഫാർ മഴയുള്ള ദിവസങ്ങളില് ഇവരുടെ വിചാരിച്ചുകൊണ്ട് ലോറ ബോഹനാൻ അയാളുടെ ഹട്ടിലേക്ക് വരികയാണ്. അതിരാവിലെ തന്നെ വരികയാണ്. ഇവര് ബിയറൊക്കെ കുടിച്ച് പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ചെല്ലട്ടെ എന്ന് പറഞ്ഞ് ചെല്ലുകയാണ്. ബട്ട് the moment she arrived there, she saw that the party had already started. All the men of that hillock, all the men of that homestead were actually sitting inside that hut, and because it was raining outside, because it was very cold outside, they were sitting around a fire and they were drinking beer. So as soon as she came, they asked her to sit down and drink with them. She obliged, adapole thanne chedu. And then the old man asked, he told her, this is better, you should not be sitting alone. When it is raining, you should come and sit with us and drink beer with us. ഒറ്റയ്ക്ക് നീ പോയിരിക്കല്ല വേണ്ടത്, എല്ലാ ദിവസവും ഇതുപോലെ ഞങ്ങളുടെ കൂടെ വന്നിരുന്ന് ഞങ്ങളുടെ ഒപ്പം ബിയർ കുടിക്കാണ് വേണ്ടത് എന്ന് ഇയാൾ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിന്റെ സെർവൻസ് പറയുന്നുണ്ട് നീ എന്തോ പേപ്പർ നോക്കിയിട്ട് എല്ലാ ദിവസവും ഇരിക്കുന്നു, അപ്പൊ എന്തോ നിനക്കൊരു വിഷമമുണ്ട്, നീ എന്താ ഫുൾ ടൈം പേപ്പർ നോക്കിയിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആകെ അറിയാവുന്ന പേപ്പേഴ്സ് നമ്മൾ നേരത്തെ പോലെ 4 തരം പേപ്പേഴ്സ് ആണ്. ടാക്സ് റെസീറ്റ്, ബ്രൈഡ് പ്രൈസ് റെസീറ്റ്, കോർട്ട് ഫീ റെസീറ്റ്, ലെറ്റർ. ഈ പറയുന്ന പേപ്പേഴ്സ്, ഇതുപോലുള്ള പേപ്പേഴ്സ് നോക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ, അത്രയും ദിവസം നോക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ സില്ലി ആയിട്ട് അവർക്ക് തോന്നും. അതുകൊണ്ട് ലോറ ബോഹനാൻ പറഞ്ഞു, അല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ പേപ്പർ അല്ല ഞാൻ വായിക്കുന്ന പേപ്പർ. ഇറ്റ് വാസ് വൺ ഓഫ് ദ തിങ്സ് ഓഫ് ലോങ് അഗോ ഓഫ് മൈ കൺട്രി. said the old man, tell us. ഓ അങ്ങനെയാണോ, നിങ്ങളുടെ നാടിന്റെ പഴയ കഥകളാണോ, എന്നായി ഞങ്ങൾക്കും പറഞ്ഞു തരൂ. we also want to hear. I protested that I was not a storyteller. Storytelling is a skilled art among them. Their standards are high and the audience is critical and vocal in their criticism. I protested in vain. അപ്പോ ഞാൻ എന്നോട് കഥ പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനൊരു സ്റ്റോറി ടെല്ലർ അല്ല, എനിക്ക് കഥ പറയാൻ അറിയില്ല എന്ന് പറഞ്ഞു. ആൻഡ് കഥ പറയാൻ അറിയില്ല എന്ന് പറയുന്ന പോലെയല്ല, അവരുടെ നാട്ടിൽ, അവരുടെ ട്രൈബിൽ, അവരുടെ കൾച്ചറിൽ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് ഒരു വളരെ സ്കിൽഡ് ആയിട്ടുള്ള, വളരെയധികം കഴിവ് ആവശ്യമുള്ള ഒരു ആർട്ട് ഫോം ആണ്. അപ്പോൾ സ്റ്റോറി ടെല്ലേഴ്സ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രൊഫഷൻ തന്നെയാണ്. ആൻഡ് വളരെ ഹൈ സ്റ്റാൻഡേർഡ്സ് ആണ് സ്റ്റോറി ടെല്ലിങ്ങിന്. കഥ പറയുമ്പോൾ രസകരമായിട്ടല്ല, ശരിയായ രീതിയിലല്ല പറഞ്ഞതെങ്കിൽ ഓഡിയൻസ് വളരെ ക്രിട്ടിക്കൽ ആയിരിക്കും. ക്രിട്ടിക്കൽ എന്ന് മാത്രമല്ല, ദേ ആർ വോക്കൽ ഇൻ ദിയർ ക്രിറ്റിസിസം. അപ്പൊ
അപ്പൊ തന്നെ വിളിച്ചു പറയും, നീ പറഞ്ഞ തെറ്റാണ്, ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ കറക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ആർട്ട് ഫോം ആണ് അവരെ സംബന്ധിച്ചിടത്തോളം സ്റ്റോറി ടെല്ലിംഗ്. അപ്പൊ എനിക്ക് കഥ പറഞ്ഞു തരൂ, ഞങ്ങളും കേൾക്കട്ടെ എന്ന് പറഞ്ഞപ്പോ ലോറ ബോഹനൻ പറയണ, അയ്യോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എനിക്ക് കഥ പറയാനൊന്നും അറിയില്ല. But I protested in vain. And the protest എല്ലാം it was in vain. In vain means there was no use for my protest. വെറുതെ ആയിപ്പോയി ഞാൻ പ്രൊട്ടസ്റ്റ് ചെയ്തത്. This morning they wanted to hear a story while they drank. അന്ന് അവർക്ക് കള്ളു കുടിക്കുന്ന സമയത്ത് ഒരു കഥ കേട്ടേ മതിയാവൂ, എന്തെങ്കിലും ഒരു കഥ അവർക്ക് കേൾക്കണമെന്ന് അവർ തീരുമാനിച്ചു. They threatened to tell me no more stories until I told them one of mine. അവർ എന്നിട്ട് ത്രെറ്റൻ ചെയ്തു, ഭീഷണിപ്പെടുത്തി, ഇനി നിനക്ക് ഞങ്ങളെല്ലാം ഞങ്ങളുടെ കഥകൾ പറഞ്ഞു തരാറുണ്ടല്ലോ, ഇനി മുതൽ ഞങ്ങൾ ഒരു കഥയും പറഞ്ഞു തരില്ല, നീ നിന്റെ നാടിന്റെ ഒരു കഥ ഞങ്ങൾക്ക് പറയാതെ ഞങ്ങൾ ഇനി നിനക്ക് കഥകളൊന്നും പറഞ്ഞു തരില്ല എന്നവര് ത്രെറ്റൻ ചെയ്തു. They threatened to tell me no more stories until I told them one of mine. എന്റെ നാടിന്റെ ഒരു കഥ ഞാൻ അവർക്ക് പറയുന്നവർ. Until I told them one of mine, they will not tell me any more stories എന്നവര് ത്രെറ്റൻ ചെയ്തു. Finally, the old man promised that no one would criticize my style, for we know you are struggling with our language. അവസാനം ഓൾഡ് മാൻ പറഞ്ഞു, പ്രോമിസ് ചെയ്തു, അല്ല നീ പേടിക്കണ്ട, ഞങ്ങളുടെ സ്റ്റോറി ടെല്ലേഴ്സിനെ ഞങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യുന്നത് പോലെ നീ കഥ പറയുന്ന രീതി, ആ സ്റ്റൈലിനെ ഞങ്ങൾ ഒരിക്കലും ക്രിട്ടിസൈസ് ചെയ്യില്ല. കാരണം എന്താണ്? ഫോർ ബിക്കോസ് വി നോ യു ആർ സ്ട്രഗ്ലിംഗ് വിത്ത് അവർ ലാംഗ്വേജ്. ഞങ്ങളുടെ ഭാഷ നീ പഠിച്ചു വരുന്നേ ഉള്ളൂ, അതിൽ നിനക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, നീ വളരെ ഡിഫിക്കൾട്ടായിട്ട് വളരെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞങ്ങളുടെ ഭാഷ ഉപയോഗിക്കുന്നത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നീ പറയുന്നതിൽ തെറ്റ് പറ്റിയാലൊന്നും ഞങ്ങൾ നിന്റെ പറയുന്ന രീതിയിൽ എന്തെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും നിന്നെ ക്രിട്ടിസൈസ് ചെയ്യില്ല എന്ന് അയാൾ പ്രോമിസ് ചെയ്തു. But, put in one of the elders, you must explain what we do not understand as we do when we tell you our stories. പക്ഷെ നീ പറയുന്ന രീതിയെ ഞങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യില്ല. നീ പറയുന്ന നിന്റെ ഭാഷ തെറ്റിപ്പോവുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഞങ്ങൾ നിന്നെ ക്രിട്ടിസൈസ് ചെയ്യില്ല, അതിന് നിന്നെ കറക്റ്റ് ചെയ്യുക, നിന്നെ കുറ്റപ്പെടുത്തുകയോ ചെയ്യില്ല. പക്ഷെ നിന്റെ കഥയിൽ ഞങ്ങൾക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ, what we do not understand in your story, you must explain that to us. അത് നീ ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരണം. ആസ് വി ഡു വെൻ വി ടെൽ യു അവർ സ്റ്റോറീസ്. ഞങ്ങളുടെ കഥകൾ നിനക്ക് പറഞ്ഞു തരുമ്പോൾ നിനക്ക് മനസ്സിലാവാത്ത ഭാഗം എത്തുമ്പോൾ നീ നിർത്തി ചോദിക്കാറുണ്ട്, അപ്പൊ ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാറുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ കഥ പറയുമ്പോൾ നിനക്ക് മനസ്സിലാവാത്ത ഭാഗം വരുമ്പോൾ നീ കഥ പറയുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവാത്ത ഭാഗം വരുമ്പോൾ ഞങ്ങൾ നിന്നെയും നിർത്തും, ഞങ്ങൾ ചോദ്യം ചോദിക്കും, അപ്പൊ നീ ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം. Realizing that here was my chance to prove Hamlet universally intelligible, I agreed. അപ്പോ ലോറ ബോഹനാൻ തോന്നി, ഓക്കെ, ഹാംലെറ്റിന്റെ കഥയാണ് ഇവർ ചോദിക്കുന്നത്, ഹാംലെറ്റ് എന്താണെന്ന് അറിഞ്ഞിട്ടല്ല, എന്റെ നാടിന്റെ തിങ് ഓഫ് ലോങ് എഗോ, എന്റെ നാടിന്റെ ഹെറിറ്റേജ്, എന്റെ നാടിന്റെ കൾച്ചറിന്റെ ഭാഗമായ ഒരു കഥ ആണ് ഞാൻ വായിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഞങ്ങൾക്കും പറഞ്ഞു തരൂ, പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ നീ ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് ഇവര് പറയുന്നു. അപ്പൊ ലോറ ബോഹനാൻ തോന്നുന്നതാണ്, ഇവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോറി ടെല്ലിംഗ് സെഷനിലൂടെ എനിക്ക് മനസ്സിലാവും ഇവർക്ക് എത്ര കൊണ്ടും ഹാംലെറ്റിന്റെ കഥ മനസ്സിലാവുന്നുണ്ട് എന്ന്. ആൻഡ് ഷീ ഈസ് അസ്യൂമിങ് ദാറ്റ് ദേ വിൽ അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ്. അവര് കഴിഞ്ഞ 2 മാസമായി വായിച്ചുകൊണ്ട് അവർക്ക് കിട്ടിയ ആ ഒരു, നമ്മൾ പറയും വെളിപാട് എന്നൊക്കെ പറഞ്ഞല്ലോ, ഗ്രേസ് ഡിസെൻഡഡ് ഓൺ മീ എന്ന് പറഞ്ഞു. അവർക്ക് കിട്ടിയ ഒരു ഐഡിയ എന്താ വെച്ചാൽ, ഈ ഹാംലെറ്റിന്റെ കഥ, ഷേക്സ്പിയറുടെ ഹാംലെറ്റിന്റെ കഥ ആർക്കായാലും കേട്ടാൽ മനസ്സിലാവും, അതില് സംശയിക്കാനൊന്നുമില്ല എന്നാണ് അവര് വിചാരിക്കുന്നത്. അപ്പോ ഹാംലെറ്റ്, the story of Hamlet is universally intelligible. Intelligible, understandable. Intelligible means understandable. എല്ലാവർക്കും മനസ്സിലാവാൻ പറ്റുന്ന, യൂണിവേഴ്സലി എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കഥയാണ് ഹാംലെറ്റ് എന്ന് എനിക്ക് പ്രൂവ് ചെയ്യാൻ കിട്ടിയ ഒരു ചാൻസ്, ഒരു അവസരമാണ് ഇത് എന്ന് ഞാൻ റിയലൈസ് ചെയ്തു, ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് ഞാൻ എഗ്രി ചെയ്തു. എന്താ അതിന്റെ അർത്ഥം? തുടക്കം നമ്മൾ പറഞ്ഞു, ഇവരുടെ ഫ്രണ്ട് പറഞ്ഞു, ബ്രിട്ടീഷുകാരനായ ഫ്രണ്ട് പറഞ്ഞു, അമേരിക്കക്കാരിയായ നിനക്ക് ഷേക്സ്പിയറുടെ ഹാംലെറ്റ് വായിച്ചാൽ മനസ്സിലാവണമെന്നില്ല, കാരണം ഷേക്സ്പിയർ ഒരു ബ്രിട്ടീഷുകാരനായിരുന്നു. അവിടെ രണ്ടും ഇംഗ്ലീഷ് സ്പീക്കിംഗ് നേഷൻസ് ആണ്, അമേരിക്കയും ബ്രിട്ടനും. ബട്ട് സ്റ്റിൽ ദർ ആർ കൾച്ചറൽ ഡിഫറൻസസ്, ദർ ആർ ഡിഫറൻസസ് ഇൻ ഹിസ്റ്ററി, ആൻഡ് ദെയർഫോർ വൺ നേഷൻ വിൽ നോട്ട് കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ് ദി അതർ എന്നാണ് ആ ബ്രിട്ടീഷ് ഫ്രണ്ട് പറഞ്ഞത്. അതിനെ എതിർത്തുകൊണ്ട് ലോറ ബോഹനാൻ പറഞ്ഞത് എന്താണ്?
ഹ്യൂമൻ നേച്ചർ ദ സെയിം എവ്രിവെയർ. എല്ലാ നാട്ടിലും മനുഷ്യർ ഒരേപോലെയാണ്. ചെറിയ ചെറിയ എന്തെങ്കിലും കസ്റ്റംസിന്റെ ഡിഫറൻസോ അല്ലെങ്കിൽ മനസ്സിലാവാത്ത ചില വേർഡ്സ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വരും എന്നല്ലാതെ അങ്ങനത്തെ ചെറിയ ചെറിയ എക്സ്പ്ലനേഷൻസ് മതിയാവും. ബാക്കി ഒരുമാതിരി എല്ലാവർക്കും ക്യാരക്ടേഴ്സ്, അവരുടെ മോട്ടിവേഷൻസ്, ഒരാൾ എന്ത് ചെയ്തു, എന്തിനിത് ചെയ്തു, അതുകൊണ്ട് എന്ത് സംഭവിച്ചു, അങ്ങനെയുള്ളതൊക്കെ എല്ലാവർക്കും മനസ്സിലാവും. Any story, any good story, especially Shakespeare's stories, Shakespeare's plays are universally intelligible എന്നാണ് ഇവര് വിശ്വസിച്ചിരുന്നത്. അപ്പൊ ഈ ആഫ്രിക്കയിലെ ഒരു ട്രൈബായ ഇറ്റിവ് എന്ന് പറഞ്ഞ ഈ ട്രൈബിന് പോലും ഷേക്സ്പിയറുടെ ഹാംലെറ്റിന്റെ കഥ കേട്ടാൽ മനസ്സിലാവുമെങ്കിൽ then that proves that Hamlet is universally intelligible. ഇതാണ് ഇവര് വിചാരിക്കുന്നത്. അത് പ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരമായി എടുത്തുകൊണ്ട് she agreed to tell them the story of Shakespeare's Hamlet. Okay, I think we will stop here now. 11:50. I think your break starts at 11:50, so we will stop here now. I'm going to stop recording.